പ്രിയ സഹോദരങ്ങളെ, കരുണയുടെ നൊവേനയുടെ 5-ാം ദിവസം കത്തോലിക്കാ സഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ സഹോദരങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിച്ച് കരുണയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഈശോ ആഗ്രഹിക്കുന്നു. വിശുദ്ധ മത്തായി 16:18 ഈശോ പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. എഫേസസ് 1:23 സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്, എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയുമാണ്. ഈ ശരീരം കീറിമുറിക്കപ്പെടുന്നത് ഈശോ കുരിശിൽ അനുഭവിച്ച പീഡാസഹനത്തിന് തുല്യമായ വേദനയാണ്. 1 കൊറിന്തോസ് 12:13-13 തിരുവചനങ്ങൾ. ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട്. അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ക്രിസ്തുവും. നാം എല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകുവാൻ ജ്ഞാനസ്നാനമേറ്റു. യഹൂദരെന്നോ ഗ്രീക്കുകാരെന്നോ അടിമകളെന്നോ സ്വതന്ത്രരെന്നോ ഭേദം കൂടാതെ ഒരേ ആത്മാവിനെ പാനം ചെയ്യുവാൻ എല്ലാവർക്കും സാധിച്ചു. ജ്ഞാനസ്നാനത്താൽ ഒരേ കുടുംബത്തിൻ്റെ ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങളായി തീർന്ന നാം എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്ത് ഒരേ ആത്മാവിൽ ഏക ശരീരമായി ജീവിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. എന്നാൽ ആദ്യ നൂറ്റാണ്ടുകളിൽ ചില രാഷ്ട്രീയ കാരണങ്ങളാലും 16-ാം നൂറ്റാണ്ടിൽ ആദ്യം മാർട്ടിൻ ലൂതറും പിന്നീട് ജോൺ കാൽവിൻ പോലുള്ളവരും ദൈവശാസ്ത്രപരവും ആശയപരവുമായ കാരണങ്ങളാലും സഭയിൽ നിന്ന് അടർന്നു മാറി സ്വതന്ത്രമായ ചിന്താഗതികളും വിശ്വാസ രീതികളും വചന വ്യാഖ്യാനങ്ങളുമായി മുന്നോട്ടു പോയി. അങ്ങനെയാണ് സഭയിൽ പിളർപ്പ് ആരംഭിച്ചത്. ഇതുപോലെ സഭയിൽ നിന്ന് വേർവിട്ട് നിൽക്കുന്നവരെക്കുറിച്ച് കൊളോസസ് 2:19 വചനം പറയുന്നു, അവർ ശിരസ്സിനോട് ഗാഢബന്ധം പുലർത്തുന്നില്ല. ശരീരം മുഴുവൻ സന്ധിബന്ധങ്ങളാലും സിരകളാലും പരിപുഷ്ടമാക്കപ്പെട്ടും കൂട്ടിയിണക്കപ്പെട്ടും ദൈവഹിതാനുസരണം പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നത് ഈ ശിരസിൽ നിന്നാണല്ലോ. ശിരസാകുന്ന ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കാതെ വേർപിരിഞ്ഞ് സ്വതന്ത്രമായി ചിന്താഗതികൾ കൊണ്ട് ജീവിക്കുന്നവർ പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നില്ലെന്ന് മാത്രമല്ല, ക്രിസ്തുവിൻ്റെ ശരീരത്തെ മുറിപ്പെടുത്തുന്നു. ഇത് ഈശോയ്ക്ക് ഏറ്റവും വേദനപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് സഭയിൽ നിന്ന് വേർവിട്ടു പോയവരുടെ തിരിച്ചുവരവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. 2 തിമോത്തി 2:17-19 വരെ ഹ്യൂമനിയോസിനെയും ഫിലത്തിയോസിനെയും ഉദാഹരണമായി പറഞ്ഞുകൊണ്ട് വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്, അവർ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു, ചിലരുടെ വിശ്വാസത്തെ അവർ തകിടം മറിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൈവം ഉറപ്പിച്ച അടിത്തറ ഇളകാതെ നിൽക്കുന്നു. സഹോദരങ്ങളെ, ക്രിസ്തു സ്ഥാപിച്ച മഹാപാറയാണ് തിരുസഭ. തിരുസഭയുടെ ആരംഭത്തിൽ ചെറിയൊരു കഷ്ണം അടർന്നു വീണു. പിന്നീട് 16-ാം നൂറ്റാണ്ടിൽ ലൂതറിൻ്റെ കാലഘട്ടത്തിൽ മറ്റൊരു കഷ്ണം അടർന്നു വീണു. അടർന്നുപോയ കഷ്ണങ്ങൾ വീണ്ടും വീണ്ടും തകർന്ന് പല കഷ്ണങ്ങളായി മാറി. അന്നു മുതൽ ഇന്നു വരെ എന്നേക്കും ക്രിസ്തു സ്ഥാപിച്ച മഹാപാറയാകുന്ന ആ സഭ നിലനിൽക്കുന്നു. എന്നാൽ ഈ തകർന്നു വീണ കഷ്ണങ്ങൾ കൂടി തിരിച്ചു വന്ന് സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ എല്ലാവരും ഒന്നായി ഒരേ ആത്മാവിൽ നീങ്ങണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ സഹോദരങ്ങളുടെ തിരിച്ചുവരവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആവേ മരിയ.